കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഓണ സ്പെഷ്യൽ നല്ലൊരു മാങ്ങ അച്ചാർ ഉണ്ടാക്കാം. ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബും തരിക. മാങ്ങ നല്ലതുപോലെ കഴുകി നന്നായി തുടച്ചെടുക്കുക. വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല. ചെറുതായി അരിഞ്ഞു വെച്ച മാങ്ങയിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ആഡ് ചെയ്ത് നല്ലതുപോലെ ഇളക്കി മാറ്റി വയ്ക്കുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറയെ കടുക്, 3/4 ടേബിൾ സ്പൂൺ ജീരകം എന്നിവയിട്ട് നല്ലതുപോലെ വറക്കുക. ഇതിൻ്റെ ഒപ്പം 1 ടേബിൾ സ്പൂൺ ഉലുവയും കൂടെ ഇടണം. ഞാൻ ഇടുന്നില്ല, കാരണം ഉലുവ വറുത്ത് പൊടിച്ചത് എൻ്റെ കയ്യിൽ വേറെ ഉണ്ട്. ഇങ്ങനെ പൊട്ടി വരുന്ന പാകമാകുമ്പോഴത്തേക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ജീരകവും കടുകും നന്നായി തണുത്തതിന് ശേഷം പൊടിച്ചു വയ്ക്കുക. ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നല്ലെണ്ണ ഒഴിക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് നന്നായി പൊട്ടി വരുമ്പോൾ കറി ലീഫ് മൂത്ത് വരുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതിലേക്ക് ആഡ് ചെയ്ത് നല്ലതുപോലെ വഴറ്റുക. വെളുത്തുള്ളി നല്ലതുപോലെ മൂത്ത് ഇതേപോലെ ബ്രൗൺ നിറമായി വരണം. ഇങ്ങനെ നല്ലതുപോലെ മൂക്കണം. അത് കഴിഞ്ഞ് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്തതിന് ശേഷം പൊടിച്ചു വെച്ച ജീരകവും കടുകും അതിലേക്ക് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വഴറ്റി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ വറുത്ത ഉലുവപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കായപ്പൊടി എന്നിവയും ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലതുപോലെ ഇളക്കുക. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടൊക്കെയാണ്, കാരണം എണ്ണ നല്ല ചൂടുണ്ട്. ഇതിൽ കിടന്ന് തന്നെ ഈ പൊടികളെല്ലാം നന്നായി മൂത്ത് വരും. ഈ കൂട്ട് നല്ലതുപോലെ തണുക്കാൻ വിടരുത്. ചെറു ചൂടോടുകൂടി അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ആഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ കൂട്ടിൻ്റെ എരിവും പുളിയും ഉപ്പുമെല്ലാം മാങ്ങയിൽ പിടിച്ച് നല്ല സൂപ്പർ ടേസ്റ്റായിട്ട് വരത്തുള്ളൂ. ഇത് മാങ്ങ നല്ലതുപോലെ സെറ്റാവണമെങ്കിൽ 2-3 ഡേയ്സ് ആവും. അപ്പോഴത്തേക്ക് ഉപ്പും പുളിപ്പും എരിവും എല്ലാം ഇറങ്ങി ചാറെല്ലാം ഇറങ്ങി ഒത്തിരി ചാറോട് കൂടി മാങ്ങ അച്ചാർ തയ്യാറാവും. ഈ വീഡിയോ കാണുന്നവർ ദയവായി എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബും തരിക. സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ദയവായി എന്നെ സപ്പോർട്ടൂടെ ചെയ്യുക. ബെല്ലൈക്കണോടെ പ്രസ് ചെയ്യുക. ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു.